ഞാൻ ഈ FB-യിലും സോഷ്യൽ മീഡിയയിലെല്ലാം ഞാൻ സംഖ്യനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, എനിക്കില്ല FB-യിൽ നിങ്ങൾ എല്ലാവരും നോക്കി, FB-യിൽ കമന്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല, എല്ലാം അങ്ങനെ ഉണ്ട്. FB-യിൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാത്തിലും മറ്റേ ടിക്ടോക്കിൽ എല്ലാത്തിലും ഇങ്ങനെ കണ്ടേ ആ വീഡിയോ. ഓക്കെ, മറുപടി പറഞ്ഞു. എനിക്ക് എല്ലാവർക്കും ഉത്തരം കൊടുക്കാൻ പറ്റില്ല, ഓരോരാൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, എണ്ണിക്കോ. ഞാൻ തീവ്രവാദിയാണ് പോലും, ഞാൻ വർഗീയവാദിയാണ് പോലും, പിന്നത് ഞാൻ സുഡാപ്പിയാണ് പോലും, മുറിയനാണ് പോലും, എന്തെല്ലോ മെസ്സേജ്. ഓക്കെ, സുഡാപ്പി പറഞ്ഞെങ്കിൽ STP എന്റെ പഞ്ചായത്തിൽ പോലും ഇല്ല STP. ഓക്കെ, ഒന്നും നോക്കണം. പിന്നെ ഞാൻ വർഗീയവാദി, എന്റെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ മതക്കാരും എല്ലാ ആൾക്കാരോട് വന്ന് ചോദിച്ചു, ഞാൻ ഇന്ന് വരെ വർഗീയം പറഞ്ഞിട്ട്. പക്ഷെ സംഘികളും ഓർക്കാൻ വേണ്ട. ഓക്കെ, 2 നോട്ട് ദ പോയിന്റ്. പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അനീഷ് ഷെട്ടി, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എന്റെ ജീവൻ കാത്താണ്, വേറെ മാറ്റർ. അവനോട് എനിക്ക് അത്ര ഇഷ്ടം അനീഷ് ഷെട്ടി, എന്റെ വീടിന്റെ അടുത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്നെ തീവ്രവാദിയും ഭീകരവാദിയും ഉണ്ടാക്കണം. സംഘികൾ തന്നെ. ഓക്കെ, എനിക്കൊരു മുദ്രാവാക്യമുണ്ട്. ഓക്കെ, അവർ തന്നെ അധികാരം പിടിതർക്ക് മോചനം, അതെന്റെ മരണം വരെ ഞാൻ ഉണ്ടാകും. പിന്നെ എന്റെ രാഷ്ട്രീയം ഞാൻ പഠിച്ചത്, ഞാൻ രാഷ്ട്രീയം ഒരു നേതാവാകുന്ന രാഷ്ട്രീയത്തിന്റെ നേതാവിന്റെ കൂട്ടത്തിൽ ഞാൻ കൂട്ടിയ ഏറ്റവും വലിയ വ്യക്തിയായിരുന്നു BR അംബേദ്കർ. ഞാൻ അംബേദ്കറിന്റെ ആളാണ്, അതറിയോ. ഞാൻ മഹാത്മാ അയ്യങ്കാളിന്റെ ആദർശം പുറകെ പിടിക്കുന്ന ആളാണ് രാഷ്ട്രീയത്തിൽ. ഓക്കെ, അതെല്ലാം മനസ്സിലാക്കണം. ശ്രീ നാരായണ ഗുരുവിന്റെ തത്വമാണ് ഞാൻ എന്റെ മനസ്സിൽ ഇതിലൊടിക്കുന്നത് രാഷ്ട്രീയപരമായിട്ട്. ഓക്കെ, ഞാൻ അവരെയാണ് എന്റെ നേതാക്കൾ. ഈ 3 നേതാക്കളാണ് നേതാവ്. പിന്നെ ഒരാളുണ്ട്, ഇതെല്ലാം പഠിക്കാനുള്ള കാരണമായ ഒരാളുണ്ട്, അബ്ദുൽ നാസർ മഹദി ഉസ്താദ്. അയാളെ കൊണ്ടാണ് ഞാൻ ഈ 3 പുസ്തകം കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്നെ വർഗീയവാദികൾ നിങ്ങൾ ആക്കണ്ട. പിന്നെ നിങ്ങൾ സംഘികൾ എന്ത് വേണമെങ്കിൽ വിളിച്ചു, നിങ്ങൾക്ക് ഞാൻ വിട്ടത്. പക്ഷെ പറയുമ്പോൾ ശ്രദ്ധിക്കണം, എനിക്കൊരു മുദ്രാവാക്യമുണ്ട്, എനിക്ക് എന്റെ നേതാക്കളുണ്ട്. ഓക്കെ, ഞാൻ മനസ്സറിഞ്ഞിട്ട് പറയുന്നത്, ഞാൻ അംബേദ്കറിന്റെ ആളാണ്. ഓക്കെ, ഞാൻ മഹാത്മാ അയ്യങ്കാളിന്റെ ആളാണ്, ഞാൻ ശ്രീ നാരായണ ഗുരുവിന്റെ ആളാണ്, ഞാൻ അബ്ദുൽ നാസർ മഹദിന്റെ ആളാണ്. ഇതെന്റെ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം ആരെ മുന്നിലും പറയും. പിന്നെ മത ഇതുമായിട്ട് തൂക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത് നല്ലത് ഇത് പൊട്ടും അങ്ങനൊന്നും പറയണം. അനക്ക് ആര് തെറ്റുകൊണ്ട് ഞാൻ പറയും, പറയുന്നിടത്ത് പറയുന്ന സമയത്ത് പറയും. ഞാൻ RSS ശരിയാക്കിയ ഒരു കാര്യം നിങ്ങളൊന്ന് പറഞ്ഞ് കമാൻഡ് കാണിച്ചു തടാ. RSSകാരാ സംഘികളെ നിങ്ങൾ കാണിച്ചതാ, നിങ്ങളോട് പറ്റല്ല. പക്ഷെ എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ ആയിട്ടാ. ബാക്കി നീ പ്രസംഗം, ആ പ്രസംഗം നിങ്ങൾക്കുള്ളത്, എനിക്കിതുപോലെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗം ഇതിലെടുക്കുന്നു, അത് നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഓക്കെ, സ്നേഹം മാത്രം, സ്നേഹം പറക്കട്ടെ. നിങ്ങൾ നീതിബോധം പഠിപ്പിക്കാനും ദേശസ്നേഹം പഠിപ്പിക്കാനും രാജ്യക്കൂറ് പഠിപ്പിക്കാനും 1000 മത്വാരിമാരും 1000 രാജ്യരാജ സിംഗുമാരും ഇനി എത്ര ജന്മം ജനിച്ചാലും ഞങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വളർന്നിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഞങ്ങളോട് ദേശസ്നേഹം പഠിപ്പിക്കണ്ടേ സംഘപരിവാർ നേതാക്കളെ. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ സർവാധിപതിയായിരുന്ന ജോർജ് രാജന്റെ കുഞ്ചിരോമം പിടിച്ചു കുലുക്കിക്കൊണ്ട്, മിസ്റ്റർ ജോർജ്, I want to go with the substance of freedom India in my hands. If you do not want to give us freedom India, you will have to give me a grave here. You will have to give me a grave here. You will have to give me a grave here. പിറന്നു വീണ നാടിന്റെ സ്വാതന്ത്ര്യം എന്ന വസ്തു 2 കൈയും നിറയെ മുറുകെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നവനാ ഞാൻ. പിറന്നു വീണ എന്റെ നാടിന്റെ സ്വാതന്ത്ര്യം തരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിൽ എന്റെ മയ്യത്തടക്കാൻ 6 അടി മണ്ണ് നിങ്ങൾ അനുവദിക്കണം. എന്റെ മയ്യത്ത് സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യ രാജ്യത്തേക്ക് കൊടുത്തുവിടരുതെന്ന് പറഞ്ഞ് ജോർജ് ചാവന്റെ കുഞ്ചിരോമം പിടിച്ചു കുലുക്കിക്കൊണ്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ കരിങ്കൽ ഭിത്തികളെ കിടിലം കൊള്ളിച്ച് രക്തം ഛർദ്ദിച്ച് മരണപ്പെട്ട മൗലാനാ മുഹമ്മദ് അലി ജൗഹറിന്റെ മക്കളാണ് ജീവിക്കുന്ന പാരാവാരം പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ മനുഷ്യ സമുദ്രം. നിങ്ങൾ നീതിബോധം പഠിപ്പിക്കാനും ദേശസ്നേഹം പഠിപ്പിക്കാനും രാജ്യക്കൂറ് പഠിപ്പിക്കാനും 1000 മത്വാരിമാരും 1000 രാജ്യരാജ സിംഗുമാരും ഇനി എത്ര ജന്മം ജനിച്ചാലും ഞങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വളർന്നിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. മൗലാനാ മുഹമ്മദ് അലിയുടെ മക്കളാണ് ഞങ്ങൾ. മൗലാനാ ഷൗക്കത്ത് അലിയുടെ ആലി മുസ്ലിയാരുടെ മക്കളാണ്.